നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ ആരതിയുടെ മരണകാരണം താൻ തന്നെയാണ് എന്ന് ഭർത്താവ് അതുൽ സമ്മതിച്ചിരിക്കുകയാണ്. അതുൽ ശ്രീകുമാറിനെതിരെ നാടു നടുക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രമുഖ സ്വകാര്യ ബാങ്കിൽ മാനേജറായിട്ടാണ് ഇയാൾ. വ്യാജരേഖ ചമച്ചുമാണ് ഇയാൾ വിവാഹം കഴിക്കാനായി എത്തിയത്. വ്യാജരേഖ ചമച്ചും വ്യാജ വേഷം ചമച്ചും ഒക്കെയാണ് അതുൽ ആരതിയെ വിവാഹം കഴിച്ചതെന്ന് കുടുംബം വെളിപ്പെടുത്തി. ബാങ്കുകൾക്ക് വേണ്ടി ലോൺ കുടിശ്ശിക വരുത്തുന്ന വാഹനങ്ങൾ ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുന്ന, അതായത് CC പിടുത്തം പണിയായിരുന്നു ഇയാൾക്കെന്ന് വിവാഹശേഷമാണ് പെൺകുട്ടിയുടെ കുടുംബം തിരിച്ചറിഞ്ഞത്. ഭാര്യ മരണപ്പെട്ട് കിടക്കുമ്പോഴും ഒട്ടും കൂസലില്ലാതെ ഭാവവ്യത്യാസമില്ലാതെ നിന്ന അതുൽ ഒരു കൊടും ക്രിമിനലിന്റെ മാനസികാവസ്ഥയാണ് പ്രകടിപ്പിച്ചതെന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. മകൾക്ക് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട ആരതിയുടെ അച്ഛൻ ഗൾഫിൽ കിടന്ന് ചോര നീരാക്കി സമ്പാദിച്ചതും ഭൂമി പണയപ്പെടുത്തി എടുത്തതുമായ 20 ലക്ഷം രൂപയുടെ കടവും ഉപയോഗിച്ചാണ് കല്യാണം നടത്തിയത്. ആ കടം ഇപ്പോഴും വീട്ടുകാർ അടച്ചു തീർത്തിട്ടില്ല. കൂടാതെ വിവാഹ സമയത്ത് നൽകിയ 50 പവൻ സ്വർണത്തിൽ ഭൂരിഭാഗവും അതുൽ വിറ്റുതുലച്ചു. ബാക്കി സ്വർണം വിവിധയിടങ്ങളിൽ പണയം വെച്ച് 10 ലക്ഷം രൂപയുടെ പുതിയ കാറ് വാങ്ങി ആഡംബര യാത്രകൾ നടത്തുന്നതായിരുന്നു ഈ ഗുണ്ട. ഒടുവിൽ ആരതിയുടെ ശരീരത്തിൽ ഒരു തരി പൊന്നുപോലും അവശേഷിച്ചിട്ടില്ല. കേവലം കെട്ടുതാലി മാത്രമാണ് മരിക്കുമ്പോൾ ആരതിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കി സ്വർണം കൂടി പണയം വെക്കാൻ വിസമ്മതിച്ചതിനാലാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ആരതി ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ചത്. കാമുകിയെ മരണത്തിലേക്ക് എറിഞ്ഞ മുൻകാല ചരിത്രവും ഇയാൾക്കുണ്ട്. അതുലിന്റെ ക്രൂരതയ്ക്ക് ഇരയാകുന്ന ആദ്യത്തെ പെൺകുട്ടിയല്ല ആരതി എന്ന ഞെട്ടിക്കുന്ന വിവരം കുടുംബം പുറത്തുവിട്ടു. മുൻപ് കൊല്ലം സ്വദേശിനിയായ മറ്റൊരു പെൺകുട്ടിയുമായി അതുലിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നതാണ്. എന്നാൽ അതുലും സാമ്പത്തികമായി മെച്ചപ്പെട്ട മറ്റൊരു ആലോചന വന്നപ്പോൾ അതുൽ ആ പെൺകുട്ടിയെ ചതിക്കുകയായിരുന്നു. ജീവൻ ഒടുക്കുകയായിരുന്നു പെൺകുട്ടി പിന്നാലെ. ഈ ആത്മഹത്യാ വിവരം ഒളിച്ചു വെച്ചാണ് ഇയാൾ ആറ്റുകാലിൽ വന്ന വീട് വാടകയ്ക്കെടുത്ത് ആരതിയുമായി താമസം തുടങ്ങിയത്. ഈ ചതി പിന്നീട് അറിഞ്ഞതു മുതൽ ഇരുവരും തമ്മിൽ കടുത്ത വഴക്കായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് പോലീസ് എത്തുമ്പോൾ വീടിന്റെ വാതിൽ തുറക്കാൻ അതുൽ മടിച്ചിരുന്നു. വാടക വീടായതിനാൽ കതക് പൊളിക്കാൻ പറ്റില്ലെന്ന ക്രൂരമായ ന്യായമാണ് ഇയാൾ പറഞ്ഞത്. ഒടുവിൽ നാട്ടുകാർ ബലം പ്രയോഗിച്ച് വാതിൽ തകർത്തപ്പോഴാണ് ആരതിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയുടെ മൃതദേഹം മുന്നിൽ കിടന്നിട്ടും ഒട്ടും കൂസലില്ലാതെയാണ് അതുൽ പെരുമാറിയത്. ആരതിയുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ദേഹത്ത് 13 പുതിയ മുറിവുകളാണ് ഉണ്ടായിരുന്നത്. കൂടാതെ പഴയ നിരവധി ഉണങ്ങിയ മുറിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. മർദ്ദന വിവരം പുറം ലോകം അറിയാതിരിക്കാൻ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് പോലും ബന്ധുക്കളിൽ നിന്നും ആരതിയെ ഇയാൾ പൂർണ്ണമായി അകറ്റി നിർത്തിയിരുന്നു. മരിക്കുന്നതിന് മുൻപ് ഡയറിയിൽ എഴുതിയ ആത്മഹത്യാ കുറിപ്പിലെ മറ്റു പേജുകളിലെല്ലാം കീറിമാറ്റിയ നിലയിലായിരുന്നു. കടുത്ത മദ്യപാനിയായ അതുൽ മർദ്ദിച്ച വിവരം വെള്ളിയാഴ്ച രാവിലെ ആരതി ഗൾഫിലുള്ള അച്ഛനെ വിളിച്ച് കരഞ്ഞു പറഞ്ഞിരുന്നു. തുടർന്ന് അമ്മ ജിനു ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതോടുകൂടിയാണ് അതുൽ വൈകിട്ട് വീട്ടിലെത്തുന്നത്. സംഭവത്തിൽ കേരള വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് വസ്തുനിഷ്ഠമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു പ്രവാസിയുടെ കുടുംബത്തെ മുഴുവൻ കൊള്ളയടിച്ച് മകളെ മരണത്തിന് എറിഞ്ഞുകൊടുത്ത അതുൽ ശ്രീകുമാറിനെതിരെ കൊലക്കുറ്റത്തിന് തുല്യമായ ശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം.